ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. തിരുനബിയുടെ സമുദായമായ നമുക്കും തിരുനബിയുടെക്കും ശരീഅത്തിൽ ഉള്ള സവിശേഷതകളാണ് ഇന്ന് നാം പഠിക്കുന്നത്. പൂർവ സമുദായങ്ങളിൽ നിന്നും നമ്മുടെ ശരീഅത്തിൻ്റെ പ്രത്യേകമായ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഉഹില്ല അൽ ഗനായിം, ഗനീമത്ത് സ്വത്ത് ഈ സമുദായത്തിന് മാത്രം ഹലാലാക്കിയിട്ടുള്ളതാണ്. സമരാർജിത സമ്പത്തുകൾ, യുദ്ധം കഴിഞ്ഞാൽ ശത്രുക്കളുടെ സമ്പത്ത് അവരൊഴിവാക്കിയിട്ടത് എടുക്കാം എന്നുള്ളത്, അത് മുൻപുള്ള സമുദായത്തിനില്ലായിരുന്നു. വജുഇലൽ അർളു കുല്ലുഹ മസ്ജിദൻ, ഭൂമി മുഴുവൻ ഏത് സ്ഥലത്തും, ഭൂമിയിലെ ഏത് സ്ഥലത്തും നിസ്കരിക്കാം. പാടത്താണെങ്കിലും പറമ്പിലോ റൂമിലോ എവിടെയും ശുദ്ധിയുള്ള സ്ഥലമാണെങ്കിൽ നിസ്കരിക്കാം, അനുവാദമുണ്ട്. മുൻപുള്ള സമുദായക്കാർക്ക് നിസ്കാരത്തിന് അവരുടെ പള്ളികളിൽ പോകേണ്ടിയിരുന്നു. തുറാബ് തഹൂറൻ വഹുവ തയമ്മും, അതുപോലെ മറ്റൊന്നാണ് ശുദ്ധി ഉണ്ടാക്കാൻ മണ്ണ് ഉപയോഗിക്കാമെന്നത്. തയമ്മും ചെയ്യാൻ മണ്ണ് ഉപയോഗിക്കാമെന്നത് നമുക്ക് കിട്ടിയ വലിയ അനുഗ്രഹമാണ്. വബി മസ്ഹിൽ ഖുഫി, ഖുഫ തടവുക എന്ന ആനുകൂല്യം, അതും നമ്മുടെ ശരീഅത്തിൻ്റെ, തിരുനബിയുടെ ശരീഅത്തിൻ്റെ സവിശേഷതയാണ്. വജഅലിൽ മാഇ മുസീലൻ ലിന്നജാസതി, നജസ് കൊണ്ട്, വെള്ളം കൊണ്ട് നജസ് നീക്കം ചെയ്യാം എന്നത് നമുക്ക് മാത്രമുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ തുണിയിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ എവിടെയെങ്കിലും നജസായാൽ ആ വസ്ത്രം മുറിച്ച് കളയണമെന്നായിരുന്നു പൂർവ്വ സമുദായങ്ങൾക്കുണ്ടായിരുന്ന വിധി. എന്നാൽ നമുക്ക് അല്ലാഹു തആല ചെയ്തു തന്ന പ്രത്യേകമായ സവിശേഷതയാണ്, ശരീഅത്തിൻ്റെ പ്രത്യേകതയാണ് വെള്ളം ഉപയോഗിച്ച് നജസ് നീക്കം ചെയ്താൽ മതി എന്നത്. വഅന്ന കസീറൽ മാഇ ലാ തുഅസ്സിറു ഫീഹി നജാസതു, വെള്ളം 2 കൊല്ലത്തിലധികം ഉണ്ടെങ്കിൽ അതിൽ നജസ് വീണാൽ ആ വെള്ളം പകർച്ചയാവില്ല, വെള്ളം നജസാവൂല എന്നുള്ളതും നമുക്ക് മാത്രം അള്ളാഹു ചെയ്തു തന്നെ പ്രത്യേകതയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്, നമുക്ക് അള്ളാഹു തആല ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. വൽ ഇസ്തിൻജാഉ ബിൽ ജാമിദി, വെള്ളമില്ലെങ്കിൽ കല്ല് അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണം പോലെയുള്ളവ കൊണ്ട് മനോഹരം ചെയ്യാം, വൃത്തിയാക്കാം, നജസ് നീക്കാം എന്നതും നമുക്ക് കിട്ടിയ നമ്മുടെ ശരീഅത്തിൻ്റെ പ്രത്യേകതയാണ്. വബി മജ്മൂഇ സ്വലവാത്തിൽ ഖംസി, 5 വക്ത് നിസ്കാരം, 5 വക്ത് നിസ്കാരവും കൂടി കിട്ടിയിട്ടുള്ളത് തിരുനബിക്ക് മാത്രമാണ്. മുൻപുള്ള സമുദായക്കാരിൽ ചിലർക്ക് മഗ്രിബ് മാത്രം, ചിലർക്ക് ളുഹർ മാത്രം, അങ്ങനെ ഉണ്ടായിരുന്നു. എന്നാൽ 5 വക്തും കൂടി കിട്ടിയിട്ടുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ്. അതുപോലെ വബിൽ ഇശാഇ, ഇശാ നിസ്കാരം നമുക്ക് മാത്രമേ ഉള്ളൂ. ഇശാ നിസ്കാരം മുൻപുള്ള ഒരു സമുദായത്തിൽ ആർക്കും കിട്ടിയിട്ടില്ല. ലം യുസല്ലിഹ അഹദുൻ, ഇശാ നിസ്കാരം ആരും നിസ്കരിച്ചിട്ടില്ല, നമ്മൾ മാത്രമേ നിസ്കരിക്കുന്നുള്ളൂ. വബിൽ അദാനി വൽ ഇഖാമത്തി, ബാങ്കും ഇഖാമത്തും, നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും കൊടുക്കുക എന്നതും തിരുനബിയുടെ സവിശേഷതയാണ്, ശരീഅത്തിൻ്റെ സവിശേഷതയാണ്. വഫ്തിതാഹി സ്വലാത്തി ബിത്തക്ബീരി, നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ തക്ബീർ ചൊല്ലുന്നതും, വബിത്തഅ്മീനി, ഫാത്തിഹയുടെ അവസാനത്തിൽ ആമീൻ പറയുന്നതും, വബിർ റുകൂഇ, നൃത്തം കഴിഞ്ഞാൽ പിന്നെ റുക്കൂ ഉണ്ടല്ലോ, അതും നമ്മുടെ ശരീഅത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്, തിരുനബിക്ക് അല്ലാഹു പ്രത്യേകം നൽകിയതാണ്. വബി ഖൗലി അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ്, റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാത്തി എന്ന ദിക്റുണ്ടല്ലോ ഇഅ്തിദാലിൽ, ആ ദിക്ർ ചൊല്ലിയിട്ടുള്ളത് നമ്മൾ മാത്രമാണ്, തിരുനബിയുടെ സമുദായമാണ് നമ്മൾ മാത്രം. വബി തഹ്രീമിൽ കലാമി ഫിസ്സലാഹ്, ഇനി മറ്റൊന്ന്, സുബ്ഹാനല്ലാഹ്, മുൻപുള്ള സമുദായക്കാർക്കുണ്ടായിരുന്ന വിധി എന്താണെന്നറിയോ? നോമ്പ് നോറ്റാൽ സംസാരിക്കാൻ പാടില്ല, ഹറാമാണ്. സംസാരിച്ചാൽ നോമ്പ് മുറിയും. നോമ്പ് നോറ്റാൽ പിന്നെ സംസാരിച്ചാൽ നോമ്പ് മുറിയും. അവർക്ക് നിസ്കാരത്തിൽ സംസാരിക്കാൻ അനുവാദമുണ്ട്, നിസ്കാരത്തിൽ എത്രയും വർത്താനം പറയാം, ഒരു കുഴപ്പമില്ല, നിസ്കാരം ബാത്തിലാവില്ല. എന്നാൽ നോമ്പിന് ഇടയിൽ സംസാരിച്ചാലോ അവരെ നോമ്പ് മുറിയും. നമ്മുടെ പ്രത്യേകതയാണ് വബി തഹരീമിൽ കലാമി ഫി സ്വലാ, നിസ്കാരത്തിൽ സംസാരിക്കാൻ പറ്റൂല,
എന്നാലോ നോമ്പ് നോറ്റ ഒരാൾ സംസാരിച്ചാൽ കുഴപ്പവുമില്ല, നോമ്പിനൊരു കുഴപ്പമില്ല. അപ്പോൾ അത് നമ്മുടെ പ്രത്യേകതയാണ്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഒരു അനുഗ്രഹം, കാരുണ്യമാണ് എന്നുകൂടി നമുക്ക് മറ്റൊരു ഭാഷയിൽ പറയാം. ബിസ്തിഖ്ബാലിൽ കഅബത്തി, കഅബയിലേക്ക് മുന്നിടുക എന്നത് നമ്മുടെ പ്രത്യേകതയാണ്. ബിസ്സഫി സ്വലാത്തി, മലക്കുകൾ സൊഫ് കെട്ടി നിൽക്കുമ്പോഴാണ് നമ്മൾ നിസ്കാരത്തിൽ സൊഫ് കെട്ടി നിൽക്കുന്നത്, അതും നമുക്ക് കിട്ടിയ പ്രത്യേകതയാണ്. ഒബിൽ ജമാഅത്തി ഫി സ്വലാ, നിസ്കാരത്തിൽ ജമാഅത്ത് നിസ്കാരവും ജുമുഅ നിസ്കാരവും നമ്മുടെ പ്രത്യേകതയാണ്. ബിത്തഹിയ്യത്തി സലാം, സലാം കൊണ്ട് അഭിവാദനം ചെയ്യുക എന്നത് നമ്മുടെ സമുദായത്തിന് അല്ലെങ്കിൽ തിരുനബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ സവിശേഷതയാണ്. മുൻപുള്ള സമുദായക്കാർ എങ്ങനെയാണ് ഒരാളെ ആശംസിക്കുന്നത് അല്ലെങ്കിൽ ഒരാളെ എങ്ങനെയാണ് അഭിവാദ്യം അർപ്പിക്കുക? അത് സുജൂദ് കൊണ്ടായിരുന്നു. ആരെയും കണ്ടാൽ മറ്റൊരാൾ അഭിവാദ്യം അർപ്പിക്കുന്നത് സുജൂദ് ചെയ്താൽ അതിൻ്റെ കാലുമ്മൽ വീണ് സുജൂദ് ചെയ്യും. എന്നാൽ അതിന് പകരമായി അള്ളാഹു നമുക്ക് തന്നത് വബി തഹിയ്യത്തി സലാം, അഭിവാദ്യം അർപ്പിക്കുന്നത് സലാം ചൊല്ലിക്കൊണ്ടാണ്. വബി യൗമിൽ ജുമുഅത്തി ഈദൻ ലഹു വലി ഉമ്മത്തിഹി, വെള്ളിയാഴ്ച ദിവസമാണ് നമുക്ക് ആഴ്ചയിലെ ആഘോഷ ദിവസമായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്, അത് നമുക്ക് മാത്രം. ബിസാഅത്തിൽ ഇജാബത്തി, വെള്ളിയാഴ്ചയിൽ ഒരു പ്രത്യേക ഉത്തരം കിട്ടുന്ന സമയമുണ്ട്, അതും നമ്മുടെ പ്രത്യേകതയാണ്. ഒബി ഈദിൽ അദ്ഹ, വലിയ പെരുന്നാളും നമുക്ക് മാത്രം കിട്ടിയ പ്രത്യേകതയാണ്. സ്വലാത്തിൽ ലൈലി, രാത്രി നിസ്കാരവും തിരുനബിയുടെ ശരീഅത്തിൻ്റെ പ്രത്യേകതയാണ്. സ്വലാത്തിൽ ഈദൈനി, അതുപോലെ 2 പെരുന്നാൾ നിസ്കാരങ്ങളും, വൽ കുസൂഫൈനി, 2 ഗ്രഹണ നിസ്കാരങ്ങളും, വൽ ഇസ്തിസ്ഖാഇ, മഴയെ തേടുന്ന നിസ്കാരവും, വൽ വിത്തിരി, വിത്തുർ നിസ്കാരവും നമ്മുടെ പ്രത്യേകതകളാണ്, തിരുനബിയുടെ സമുദായത്തിൻ്റെ ശരീഅത്തിൻ്റെ പ്രത്യേകതകളാണ്. വബി ഖസ്രി സ്വലാത്തി ഫി സഫരി, യാത്രയിൽ 4 റക്അത്തുൽ നിസ്കാരങ്ങൾ ചുരുക്കി നിസ്കരിക്കാമെന്നതും, വൽ ജംഇ, 4 നിസ്കാരങ്ങൾ പരസ്പരം ജംആക്കാൻ പറ്റും എന്നതും, വബി സ്വലാത്തിൽ ഖൗഫി, പേടി വരുന്ന സമയത്തുള്ള നിസ്കാരവും, അതായത് ഖിബിലക്ക് മുന്നിൽ നിർബന്ധമില്ലല്ലോ, പേടി വരുമ്പോൾ അപ്പോൾ നിസ്കാരം നിർബന്ധമാണ്, എന്നാൽ ഖിബില നിർബന്ധമില്ല, ആ നിസ്കാരവും. വബിഷഹിരി റമളാൻ, റമളാൻ മാസവും തിരുനബിക്ക് മാത്രം അല്ലാഹു നൽകിയിട്ടുള്ളതാണ്. വഅന്ന ശയാത്തീന തുസഫദു ഫീഹി, റമളാൻ മാസത്തിൽ പിശാചുക്കളെ ചങ്ങലക്കിടും എന്നതും. വഅന്നൽ ജന്നത തുസയ്യനു ഫീഹി, സ്വർഗം ആഘോഷിക്കപ്പെടും, സ്വർഗം അലങ്കരിക്കപ്പെടുമെന്നതും. ഖലൂഫു ഫമി സ്വാഇമി ഇൻദല്ലാഹി യത്യബു മിൻ റീഹിൽ മിസ്കി, റമളാനിൽ നോമ്പെടുത്ത സത്യവിശ്വാസിയുടെ വായനാറ്റം അല്ലെങ്കിൽ വായയുടെ ഗന്ധം മിസ്കിനേക്കാൾ, കസ്തൂരിയേക്കാൾ സുഗന്ധമേറിയതാണ് എന്ന സവിശേഷതയും. തസ്തഗ്ഫിറു ലഹുമുൽ മലായികത്തു ഹത്താ യഫ്തുറു, നോമ്പ് തുറക്കുന്നത് വരെ മലക്കുകൾ അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും എന്നതും. പിന്നെ വയഗ്ഫറു ലഹും ഫി ആഖിരി ലൈലത്തി മിൻഹു, റമളാനിലെ അവസാനത്തെ രാത്രിയിൽ എല്ലാവർക്കും സത്യവിശ്വാസികൾക്ക് പൊറുക്കപ്പെടുമെന്നതും. വബിസ്സഹൂരി, അത്താഴം എന്നത്, അത്താഴം കഴിക്കുക എന്ന അനുഗ്രഹം അത് നമുക്ക് മാത്രം കിട്ടിയിട്ടുള്ളതാണ്, അത്താഴം. തഅജീലിൽ ഫിത്രി, അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത്, മഗ്രിബിൻ്റെ സമയത്ത് സമയമായാൽ ഉടൻ നോമ്പ് തുറക്കണം എന്നതും. വബി ഇബാഹത്തിൽ അക്ലി വശുർബി വൽ ജിമാഇ ലൈലൻ, നോമ്പിൻ്റെ പകലുകളിൽ മാത്രം നോമ്പ് നോറ്റാൽ മതി, രാത്രിയിൽ ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, അതുപോലെ തന്നെ സംയോഗം ചെയ്യാം. ഇതൊക്കെ നമുക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ നമ്മുടെ ശരീഅത്തിൻ്റെ മാത്രം പ്രത്യേകതകളാണ്. വബി തഹ്രീമിൽ വിസാലി ഫി സൗമി, 24 hours നോമ്പ് നോൽക്കാൻ ഹറാമാണ് എന്നതും. അതായത് മുൻപുള്ള സമുദായക്കാർക്കുള്ള വിധി എന്താണെന്നറിയോ? നോമ്പെടുത്ത സമയം മുതൽ അടുത്ത ദിവസത്തെ അതേ സമയം വരെ, അതായത് 24 മണിക്കൂർ പൂർത്തിയാകുന്നത് വരെ ഭക്ഷണം, വെള്ളം, അതുപോലെ സംസാരം, പിന്നെ ലൈംഗികമായി ഭാര്യയുമായി സംയോഗം ചെയ്യുന്നത്, ഇതൊന്നും പാടില്ല. 24 മണിക്കൂറാണ് അവർക്കുണ്ടായിരുന്ന നോമ്പ്. അപ്പോൾ ഈ ഒരു പ്രത്യേകത, അതായത് ഈ 12 മണിക്കൂറാണ് നമുക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഭക്ഷണമാണെങ്കിലും വെള്ളമാണെങ്കിലും രാത്രിയിൽ അനുവാദമുണ്ട്. സംസാരിക്കാൻ, നോമ്പ് നോറ്റവർക്ക് സംസാരിക്കാം, ഇതിനൊക്കെ നമ്മുടെ ശരീഅത്തിൽ അനുവാദമുണ്ട്. എന്നാൽ ഇതൊന്നും മുൻപുള്ള സമുദായത്തിന് അനുവാദമില്ലായിരുന്നു. വബി ഇബാഹത്തിൽ കലാമി ഫി സൗമി,
നോമ്പെടുത്തവനക്ക് സംസാരിക്കാം എന്നത് നമ്മുടെ ശരീഅത്തിൻ്റെ പ്രത്യേകതയാണ്. അക്സസ് സ്വലാത്തി, നിസ്കാരത്തിൻ്റെ നേരെ വിരുദ്ധമാണ്. നിസ്കാരത്തിൽ നമ്മൾക്ക് സംസാരിക്കാൻ പറ്റില്ല, നോമ്പിൽ നമുക്ക് സംസാരിക്കാം. എന്നാൽ മുൻപുള്ള സമുദായക്കാർക്ക് നിസ്കാരത്തിൽ സംസാരിക്കാം, പക്ഷേ നോമ്പെടുത്താൽ 24 മണിക്കൂറാണ് നോമ്പ്, അതിൽ സംസാരിക്കാനും പാടില്ലായിരുന്നു. അല്ലാഹു തആല ചെയ്തു തന്ന അനുഗ്രഹമാണ്. ബിലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്റും നമ്മുടെ സവിശേഷതയാണ്, തിരുനബിയുടെ സവിശേഷതയാണ്. ബിജാലി സൗമിയോമി അറഫത ബി കഫാറത്തി സനത്തൈനി, അറഫാ ദിനവും അറഫാ ദിനത്തിലെ നോമ്പിന് 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നതും തിരുനബിയുടെ സവിശേഷതയാണ്. വഖസ്ലിൽ യദൈനി ബഅദ ത്വആമി ബിഹസനത്തൈനി, ഭക്ഷണത്തിന് ശേഷം കൈ കഴുകിയാൽ 2 കൂലിയുണ്ട് എന്നതും. വബിലിസ്തിർജാ ഇൻദൽ മുസീബത്തി, എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലണം എന്നതും തിരുനബിയുടെ ശരീഅത്തിൻ്റെ പ്രത്യേകതയാണ്. വബിൽ ഹൗഖലത്തി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റും തിരുനബിയുടെ ശരീഅത്തിൽ മാത്രമുള്ളതാണ്. വകാനൂ യഅഖൂനാനി ദക്കരി ദൂനൽ ഉൻസാ, പൂർവ്വ സമുദായക്കാർക്ക് അഖീഖത്ത് അറുക്കണം, പക്ഷേ പുരുഷൻ ജനിച്ചത് ആൺകുട്ടിയാണെങ്കിൽ മാത്രമേ അഖീഖത്ത് ഉണ്ടായിരുന്നുള്ളൂ. ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് അഖീഖത്തില്ലായിരുന്നു. എന്നാൽ നമുക്ക് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അഖീഖത്ത് അറക്കണം എന്നത് നമ്മുടെ ശരീഅത്തിന് മാത്രം നൽകിയിട്ടുള്ളതാണ്. ബികറാഹത്തി സൗമി യൗമിൽ ജുമുഅത്തി മുൻഫരിദൻ, മറ്റൊന്ന് വെള്ളിയാഴ്ചയിൽ, അതായത് ആഴ്ചയിൽ ആഘോഷ ദിവസമായ വെള്ളിയാഴ്ചയിൽ മാത്രം നോമ്പെടുക്കാൻ പാടില്ല. എടുക്കുകയാണെങ്കിൽ അതിന് മുമ്പും അതിന് ശേഷവും എടുക്കണം. വെള്ളിയാഴ്ചയിൽ മാത്രം നോമ്പെടുക്കാൻ പാടില്ല. വബിസ് സുജൂദി അലൽ ജബ്ഹത്തി, നെറ്റിത്തടം വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യുക എന്നത് നമ്മുടെ ശരീഅത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അവരെന്താ ചെയ്തിരുന്നത്? കാനു യസ്ജുദൂന അലാ ഹർഫിൻ, അവർ നെറ്റിയുടെ 2 ഭാഗങ്ങൾ, ചെവിയോടടുത്ത 2 ഭാഗങ്ങളെ കൊണ്ടാണ് അവർ സുജൂദ് ചെയ്തിരുന്നത്. സുബ്ഹാനല്ലാഹ്. വബി കറാഹത്തി തമയ്യുലി ഫി സ്വലാത്തി, നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കാൻ പാടില്ല നമുക്ക്, അവർക്കത് പറ്റിയിരുന്നു. വബി കറാഹത്തി തഗ്മീദുൽ ബസരി ഫിഹ, അവർക്ക് നമുക്ക് നിസ്കാരത്തിൽ കണ്ണ് ചിമ്മി തുറന്നുകൊണ്ടിരിക്കാൻ പാടില്ല, അവർക്കത് പറ്റിയിരുന്നു. വബിൽ അക്കിലി യൗമൽ ഈദി ഖബ്ല സ്വലാത്തി, നമുക്ക് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് ഭക്ഷണം കഴിക്കാൻ പാടില്ല നമ്മുടെ ശരീഅത്തിൽ, അവർക്കത് പറ്റിയിരുന്നു. അതുപോലെ വസ്തഖലഹും ഇസ്മാനി മിൻ അസ്മാഇല്ലാഹി തആല, നമ്മുടെ സമുദായത്തിന് അള്ളാഹുവിൻ്റെ 2 പേരുകൾ അള്ളാഹു തആല നമുക്കും തന്നിട്ടുണ്ട്. മുത്തുനബിയുടെ അള്ളാഹുവിൻ്റെയും 70 പേരുകൾ സമാനമാണ്, ഒരുപോലെ ഉള്ളതാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ അള്ളാഹുവിൻ്റെ 2 പേരുകൾ സമുദായമായ നമുക്കുമുണ്ട്, മുസ്ലിം മുഅ്മിന് എന്നുള്ളത്. മുസ്ലിം മുഅ്മിന് എന്നീ 2 പേരുകൾ അള്ളാഹുവിൻ്റെയും പേരുകളാണ്, നമ്മുടെ സമുദായത്തിൻ്റെയും പേരുകളാണ്. ഇങ്ങനെ ഒരു സമുദായത്തിന് കിട്ടിയിട്ടില്ല, അള്ളാഹുവിൻ്റെ പേര് സമുദായത്തിന് കിട്ടിയിട്ടില്ല.